കുടുംബങ്ങളെയും തലമുറകളെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു എന്ന ദൈവിക അനുഗ്രഹത്താൽ അവർ നിറയട്ടെ. മക്കൾ സുഖമായിരിക്കുന്നത് കാണുമ്പോൾ അപ്പനമ്മമാരുടെ ഹൃദയത്തിനകത്ത് ഏറ്റവും സന്തോഷകരമായ ഒരനുഭവം നടക്കാറുണ്ട്. ആ അനുഭവം എല്ലാ കുടുംബങ്ങൾക്കും ദൈവം നൽകട്ടെ, ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന ഒരു വാക്യം വായിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഫിലിപ്പിയ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുകയാണ്. ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിൻ്റെ നാളോളം നിങ്ങളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി തികയ്ക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നല്ല പ്രവൃത്തി. ഫിലിപ്പിയിൽ എന്താ നല്ല പ്രവൃത്തി? ആദ്യം തുടങ്ങിയതാ. ഫിലിപ്പിയിൽ തുടങ്ങിയ ആദ്യത്തെ നല്ല പ്രവൃത്തി ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നു. അല്ലേ? പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നു. ആ നല്ല പ്രവൃത്തി ദൈവവചനം കേൾക്കാനും അത് സ്വീകരിക്കാനും വേണ്ടിയിട്ട് നിങ്ങളിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി, ഹൃദയം തുറക്കുന്ന ആ നല്ല പ്രവൃത്തി കർത്താവിൻ്റെ നാളോളം തികയ്ക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പലരുടെയും നല്ല പ്രവൃത്തികൾ പഠിച്ച് നോക്കുമ്പോൾ ശിഷ്യന്മാരിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി ഒന്ന് പറയാമോ? ശിഷ്യന്മാരിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി, എന്നെ ദൈവം പഠിപ്പിച്ചതും എന്നെ ദൈവം പറഞ്ഞു തന്നതുമായ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ശിഷ്യന്മാരിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി. എന്താണ്? കർത്താവിനെ അനുഗമിച്ചതാണോ? അതോ ഭൂതങ്ങളെ പുറത്താക്കിയതാണോ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലെല്ലാം സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയെല്ലാം നിങ്ങൾ സന്തോഷിപ്പിനെന്ന് കർത്താവ് പറഞ്ഞു. അതിലാണോ? ശിഷ്യന്മാരിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി. ഞാൻ മനസ്സിലാക്കിയതും കർത്താവ് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തി തന്നതുമായ കാര്യം, ശിഷ്യന്മാർ കർത്താവ് എവിടെയെങ്കിലും ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വന്നെന്ത് ചെയ്യും? ചോദിച്ചതിനെ മനസ്സിലാക്കും. ഇതെന്താണ് കർത്താവേ അങ്ങ് അതങ്ങനെ പറഞ്ഞത്? ഇതാണ് ശിഷ്യന്മാരിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി. ഇത് ചോദിച്ചത് 3 പേരാ. അവരെ 3 പേരെയും കർത്താവ് എവിടെയൊക്കെ കൊണ്ടുപോകണോ അവിടെയെല്ലാം കൊണ്ടുപോയി. അവരുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ചിലതെല്ലാം അവർക്ക് മറഞ്ഞതല്ലാതെ കർത്താവ് മറുരൂപ മലയിൽ പോയപ്പോഴും അവരെ കൂടെ കൊണ്ടുപോയി. യായിറോസിൻ്റെ വീട്ടിലെ കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴും ആ ശുശ്രൂഷ ചെയ്യാനും അവരെ കൂടെ കൊണ്ടുപോയി. അപ്പം ദൈവവചനം ചോദിക്കുകയും അതിനെ പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്കൊരു പ്രത്യേക പരിഗണന ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ആരെങ്കിലും പ്രസംഗിക്കണം എന്തെങ്കിലും കേട്ടിട്ടല്ല. നമ്മൾ പ്രാപിച്ച അഭിഷേകം നമ്മളെ ഉപദേശിച്ചു തരണം. ആ ഉപദേശത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ നല്ല പ്രവൃത്തി തികയ്ക്കാൻ
ഒന്ന്, പൗലോസ് അപ്പോസ്തലൻ തന്നെ 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. പൂർവികന്മാരുടെ ദൃഷ്ടാന്ത നിമിത്തം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എന്താ ദൃഷ്ടാന്തം? പൗലോസ് തന്നെ പറയുന്ന ഒരു ദൃഷ്ടാന്തം പറഞ്ഞു തന്നെ. ആദ്യത്തെ ദൃഷ്ടാന്തം പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിലാണ്. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ ആകാശത്തിലും കടലിലും കൂടെ സ്നാനമേറ്റു. ഒന്ന് വായിച്ചേ. നോക്കണമേ, ഇത് ഇത്രയും സംഭവിക്കാൻ കാരണം ദൈവ മക്കൾ എന്തായി മാറി? ദുർമോഹികളായി മാറി. അതുകൊണ്ട് അവരിൽ ദൈവം പ്രസാദിച്ചില്ല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഓരോ ദിവസവും നിങ്ങളൊന്ന് ദൈവത്തോട് ചോദിക്കണം, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവപ്രസാദം എന്നിൽ വരുന്നുണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കാം. കാരണം നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി എന്ത് ചെയ്തു? ദൈവം ആരംഭിച്ചു. ആ നല്ല പ്രവൃത്തി എന്ന് ആരംഭിച്ചതിന് കാരണം ഫിലിപ്പിയ ലേഖനം തന്നെ 1:12 ആയിരുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം നോക്കണമേ. എനിക്ക് ഭവിച്ച സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് എന്താ ഭവിച്ചത്? എൻ്റെ കയ്യിലിരുന്ന അധികാരപത്രം തെറിച്ചു പോയി. അല്ലേ? എനിക്ക് ഭവിച്ചത് എൻ്റെ കയ്യിലിരുന്ന അധികാരപത്രം തെറിച്ചു പോയി. അത് മാത്രമല്ല, ഞാൻ കുതിരയിൽ നിന്ന് തറയിൽ വീഴുന്നു. അപ്പൊ എന്നെ താഴ്ചയിലേക്ക് കൊണ്ടുപോയത് മറ്റൊന്നിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ അറിയണം. എന്നെ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് കൊണ്ടുപോയത്, എന്നെ തള്ളിയിട്ടത്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും എടുത്ത് നിങ്ങൾ ചിന്തിച്ചാൽ, നമ്മൾ പലതിലൊന്നും വീഴുന്നവരാ, പല കാരണങ്ങളിൽ വീഴുന്നവരാ. ഈ വീഴ്ച ദൈവത്താൽ സംഭവിച്ചു. എന്തിനാ? നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി. നമ്മുടെ അഭിവൃദ്ധിയുമുണ്ട്, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിയുമുണ്ട്. ഇതിനു വേണ്ടി സംഭവിച്ചു എന്ന് നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് എന്ത് അഭിവൃദ്ധി ലഭിച്ചു എന്ന്. പൗലോസ് അപ്പോസ്തലന് അഭിവൃദ്ധി ലഭിച്ചത് എപ്പോഴാ? ലഭിച്ചോ? ഓ എൻ്റെ കർത്താവേ, പൗലോസ് അപ്പോസ്തലന് അഭിവൃദ്ധി ലഭിച്ചു. എപ്പോഴേ? മരിക്കണതിന് കുറച്ച് മുമ്പ്. എന്ത് തെളിയിക്കേണ്ടി വന്നോ? താനൊരു കുലപാതകനെന്ന്
മറ്റുള്ളവർ വിധി എഴുതിയപ്പോൾ അതിനെ തിരുത്തി പൗലോസ് അപ്പോസ്തലൻ കുലപാതകനല്ല, ഒരു ദേവനെന്ന് അവരുടെ മുമ്പിൽ താൻ തെളിയിച്ചു. ആണോ? പൗലൂസിനെ കടിച്ച അണലിയെ കൊല്ലാൻ പൗലൂസ് ആരെയും വിളിച്ചില്ല. അവിടെ ഒരുപാട് പേരുണ്ട്. കപ്പലിൽ വന്ന 276 പേരുമുണ്ട്. പൗലൂസിനെ പോയിട്ട് 275 പേരും അവിടെ ഉണ്ട്. ഇടേ എന്നെ ഇത് അണലി കടിച്ചടേ, ഓടി വരികടേ എന്ന് പറഞ്ഞ് പൗലൂസ് അണലിയെ തൂക്കി കാണിച്ചില്ല. അതിനെ നിസ്സാരം പോലെ എന്ത് ചെയ്തു? കുടഞ്ഞു കളഞ്ഞു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് നിസ്സാരം പോലെ കുടയാൻ തയ്യാറാകുക. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിൽ സംഭവിച്ചത് നിസ്സാരം. അവിടെ പ്രവൃത്തിയുടെ പുസ്തകം 28 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇവനൊരു കുലപാതകൻ, നീതി ദേവത വെള്ളക്കഴുത്തിൽ കൂടെ അവൻ നീന്തി വന്നിട്ടും നീതി ദേവത ഇവനെ വിട്ടില്ല എന്ന് പറഞ്ഞ് കുലപാതകൻ എന്ന് പറയുമ്പോൾ അവിടെ നിന്നവരുടെ മനസ്സ് മാറത്തക്ക രീതിയിൽ അവൻ ചത്തില്ല, വീർത്തില്ല, കുഴഞ്ഞു വീഴുന്നില്ല. കുഴഞ്ഞു വീഴാതെ ഇരുന്നപ്പോൾ വായിച്ചേ. ആ ആ നോക്കണമേ, ജനത്തിന്റെ ആഗ്രഹം എന്താണ്? ഒന്നുകിൽ എന്ത് ചെയ്യണം? അവൻ നീര് വന്ന് കിടക്കണം, അല്ലെങ്കിൽ അവൻ ചാവണം. ഇവിടെ ദൈവ പൈതലിനെ കുറിച്ച് മറ്റുള്ളവരുടെ ആഗ്രഹം ഇതാ, ഈ വീഴ്ചയിൽ ഇവൻ തകരണം, ഈ വന്ന പ്രതികൂലത്തിൽ ഇവൻ എന്ത് ചെയ്യണം? മുടിഞ്ഞു പോകണം എന്ന് ചിന്തിക്കുമ്പോൾ അതിനെ കുടഞ്ഞു കളഞ്ഞ്, നിസ്സാരം പോലെ കുടഞ്ഞു കളഞ്ഞ് നീ ഒന്ന് സടകുടഞ്ഞൊന്ന് എണീര. ഇടാ, നിന്നെ കുറിച്ച് വിധി എഴുതിയവന്റെ അഭിപ്രായം മാറട്ടെ, അഭിപ്രായം മാറട്ടെ. മനസ്സ് മാറി ദേവനെന്ന്. നമ്മളെ ദേവനെന്ന് ആദ്യം പറഞ്ഞത് ആര്? കർത്താവ്. ഞാൻ നിങ്ങളെ ദേവനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? അത് കർത്താവാ ചോദിച്ചത്. ഇപ്പൊ ആര് പറഞ്ഞ്? മനുഷ്യർ പറയാൻ തുടങ്ങി. അടുത്ത വായിച്ചത് സിസ്റ്റർ. കണ്ടാ അഭിവൃദ്ധി വന്ന? കണ്ടാ? സൂര്യനെയും ചന്ദ്രനെയും കാണാൻ, നക്ഷത്രങ്ങളെയും കാണാനില്ലാത്തത് കൊണ്ട് സകലതും വാരി കടലിലിട്ടവന് ആ ഒരു പൈസയുടെ ചെലവില്ലാതെ, 3 ദിവസം എന്ത് ചെയ്യാണ്? ലളിത സിസ്റ്റർ അഭിവൃദ്ധി ഇട്ടയാ? സുവിശേഷ അഭിവൃദ്ധി തന്നെ. 3 ദിവസത്തെ അതിഥി സൽക്കാരം, അതിനുശേഷം ഒരു രോഗശാന്തി. അതാ ദ്വീപിലുള്ള സകലരും അവന്റെ നേരെ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യാണ്? വരികയാണ്. കണ്ടാ? രോഗശാന്തി കിട്ടിയവർ അയ്യോ ഞാൻ ആശുപത്രി കൊടുത്ത് തീർന്നു എന്നല്ല നമ്മളങ്ങനെ പറയുന്നത്. എന്തു പറയും? പക്ഷെ ഓപ്പറേഷൻ ചെയ്ത് കയ്യിലൊന്നും. ഹല്ലേലൂയ, സ്തോത്രം. എന്താ ഒരു വയസ്സായ ആള്? ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നോക്കണമേ, അഭിവൃദ്ധിക്ക് കാരണമായി
പൗലോസ് അപ്പോസ്തലന്റെ ആ പ്രവൃത്തി അവർക്ക് അഭിവൃദ്ധിക്ക് കാരണമായി. അടുത്ത നോക്കണമേ, കപ്പൽ നഷ്ടപ്പെട്ടു. കപ്പലിൽ നിന്ന് കിട്ടിയത് എന്ത് മാത്രമാണ്? കപ്പലിൽ നിന്ന് അവർക്ക് കിട്ടിയത് എന്ത് മാത്രമാണ്? കണ്ടാൽ പലവ കഷ്ടം. ഇപ്പൊ എന്ത് കിട്ടി അവർക്ക്? അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞ പുതിയ കപ്പൽ കിട്ടി. അപ്പൊ സുവിശേഷം അഭിവൃദ്ധിയാണോ താഴ്ചയാണോ? പറ. സമൃദ്ധിയാണ്. പക്ഷെ അതിന് ഒത്തവണ്ണം നമ്മളാകണം. നമ്മളാകാത്തിടത്തോളം കാലം ആ സമൃദ്ധിയിലേക്ക് നമുക്ക് വരാൻ കഴിയില്ല. പൗലോസ് അപ്പോസ്തലൻ അതിനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ, അതിനെ സാരമില്ലെന്ന് തള്ളിയപ്പോൾ ജനത്തിൻ്റെ അഭിപ്രായം മാറി. തൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ്. പുതിയ കപ്പൽ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. നേരത്തെ ഇവ എവിടെയെങ്കിലും ഇവിടെ നിന്ന് പെയ്യാ മതി, പൗലോസ് അപ്പോസ്തലൻ പോയാ മതി. ഇപ്പോ ജനത്തിന്റെ ആവശ്യം എന്താണ്? ഞങ്ങളെ കൂടെ താമസിക്കണം. ജീവിതത്തിൽ നമുക്ക് മാറ്റം വരാത്തിടത്തോളം കാലം, ജീവിതത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യുന്നു ദൈവികമായ പദ്ധതിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയാത്തിടത്തോളം കാലം, പ്രിയ ദൈവമക്കളെ, നമ്മളെ ആരും ആവശ്യപ്പെടില്ല. നമ്മൾ ആവശ്യപ്പെടണമെങ്കിൽ, നമ്മളെ അവർ സ്വീകരിക്കണമെങ്കിൽ നമ്മളിൽ ഒരു ദൈവ പദ്ധതി വെളിപ്പെടണം. വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ വന്ന് കാത്തു നിൽക്കുകയാണ്. ഞങ്ങളെ കൂടെ താമസിക്കണം. വരെ കണ്ട, പുരോഹിതന്മാരെന്ത് ചെയ്യാണ്? എതിരേറ്റ് വരികയാണ്. സ്തെഫാനോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ സാധാ ജനമല്ല മാനസാന്തരപ്പെട്ട, പിന്നെ ചില പുരോഹിതന്മാരും മാനസാന്തരപ്പെട്ടു. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണം. അവരെ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ പറയുന്ന വചനം കയറി ചെല്ലണം. ചെന്നാൽ അവർക്ക് മാനസാന്തരമുണ്ടാകും. ആ ചെല്ലുന്നില്ല എങ്കിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പുരോഹിതന്മാരും പൗലോസിനെ കാണാൻ വന്നു. കണ്ട, പ്രതീക്ഷിക്കാത്തവരടുത്ത് വന്നപ്പോൾ പൗലോസ് ദൈവത്തെ വാഴ്ത്തി. അല്ലാതെ അടുത്ത് ചെന്നപ്പോൾ അയ്യോ നിങ്ങൾ എവിടെയുള്ളത്, നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ, നിങ്ങളെ ഞാൻ അറിയും എന്നൊക്കെ പറഞ്ഞ് പൗലോസ് അവരെ ഇംപ്രവൈസ് ചെയ്തെന്നല്ല, അവരെ പ്രോത്സാഹിപ്പിച്ചെന്നല്ല, അവര് തന്നോട് നിൽക്കാൻ വേണ്ട വാക്ചാതുര്യത്തോടെ അവരെ സ്വീകരിച്ചെന്നല്ല. പൗലോസ് ഉടനെ ദൈവത്തെ വാഴ്ത്തി, എന്നിട്ട് ധൈര്യപ്പെട്ടു. അടുത്ത പൗലോസ് എങ്ങനെയാ പോയത്? റോമില് തടവുകാരനായിട്ട്. പൗലോസ് ആദ്യം ആഗ്രഹിച്ചു റോമിൽ പോണമെന്ന്. 19:21 ദൈവം പറഞ്ഞു, നീ പോവയല്ല, എൻ്റെ സാക്ഷിയായി അവിടെ മാറും. ഇവിടെ പൗലോസ് പോകുമ്പോൾ, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വേറിട്ട് താമസിക്കാൻ അനുവാദം കിട്ടി. നോക്കണമേ, ഞാൻ ജനത്തിന് വിരോധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, പിതാക്കന്മാരുടെ ആചാരത്തിന് വിരോധമായി ഒന്നും ചെയ്തിട്ടില്ല. കാരണം
ഇന്ന് പലയിടത്തും നടക്കുന്ന ഒരു ഭയങ്കര വാദപ്രതിവാദം നടക്കുന്നത്. ഇന്ന് പുതിയ നിയമമാണ് ഇത്, പഴയ നിയമം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു വാദപ്രതിവാദം നടക്കുന്നുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ പിതാക്കന്മാരുടെ ആചാരം ഒന്നും തെറ്റിച്ചിട്ടില്ല. വായിച്ചാൽ റോമക്കാരുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചപ്പോഴും എന്നെ വിസ്തരിച്ചപ്പോഴും മരണകരമായി എന്നെ കൊല്ലത്തക്ക യാതൊരു കുറ്റവും അവരിൽ എന്ത് ചെയ്തിട്ടില്ല, കണ്ടില്ല. നമ്മളെ എടുത്ത് നിർത്തിയ ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയുമോ? പറ. ഇതല്ലേ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാത്തത്? സുവിശേഷം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമൊന്നും ഒന്നുമല്ല. എല്ലാവരും പറയണം ദാരിദ്ര്യമെന്ന്. ഞാൻ 23 വർഷം കഴിഞ്ഞ് എനിക്കങ്ങനെ ഇതുവരെ ദൈവം ഒരു ദാരിദ്ര്യത്തിലും കൂടെ എന്നെ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ഭക്ഷിക്കാനുള്ള ആഹാരവും ധരിപ്പാനുള്ള വസ്ത്രവും എൻ്റെ വീട്ടുകാര്യവും എല്ലാം ഭദ്രമായിട്ട് ഈ 23 വർഷം കൊണ്ടൊക്കെ ദൈവം നോക്കി തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആരുടെ മുമ്പിൽ കൈനീട്ടാൻ അനുവദിച്ചിട്ടുമില്ല. ഒരു കടക്കാരനെന്ന് പറഞ്ഞ് എഴുതി തള്ളിയിട്ടുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് എങ്ങനെ കർത്താവിനെ തെളിയിച്ചു കൊടുത്തെന്നറിയാം. അതിൻ്റെ 23-ാം വാക്യം, 28-ന്റെ 23. ദൈവരാജ്യത്തിന്റെ സാക്ഷ്യം പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും അതോ മത്തായി സുവിശേഷം 1071 വാക്യങ്ങൾ എടുത്തോ, മർക്കോസിന്റെ സുവിശേഷം 676 വാക്യങ്ങൾ എടുത്തോ, ലൂക്കോസിന്റെ സുവിശേഷം 1151 വാക്യങ്ങൾ എടുത്തോ, യോഹന്നാന്റെ സുവിശേഷം 876 വാക്യങ്ങൾ എടുത്തോ. ഇത് ഏതെങ്കിലും എടുത്ത് തന്നെ ക്രിസ്തുവിനെ തെളിയിച്ചത് ആണോ? ഞാൻ പറയാം, മുറി പൂട്ടി നിൽക്കുന്ന ഒരാളിൻ്റെ വസ്ത്രം കാണാൻ നമുക്ക് പാടാം. അവൻ എന്ത് ധരിച്ചിരിക്കണമെന്ന്, അവൻ ഏത് വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് ആത്മാവിനകത്തൊരു എന്ത് വേണം? ദർശനം ഉണ്ടാകണം, ഒരു കാഴ്ചപ്പാടുണ്ടാകണം. അതാ പഴയ നിയമം. അതിൽ നിന്ന് എടുത്തു കൊടുക്കാനുള്ള പ്രാഗൽഭ്യമില്ലാത്തവർ, ഇപ്പം നമ്മൾ ഒരാളും വന്നു, ഒരു സഹോദരനും വന്നു. അവർ ആല്യ സ്തോത്രം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമുക്ക് നന്നായിട്ട് കാണാം. ഇതിനെ വിവരിക്കാൻ ദർശനം വേണോ? വെളിപ്പാട് വേണോ? അതേസമയം അവർ അവിടെ നിൽക്കുകയാണ്, ഇപ്പുറത്ത് വന്നില്ല, എൻ്റെ നേരെ വന്നില്ല. ഏത് വസ്ത്രം ഇട്ടുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ ദർശനം ഇല്ലെങ്കിൽ പറ്റുമോ? വെളിപ്പാട് പ്രാപിച്ചില്ലെങ്കിൽ പറ്റുമോ? ഇതില്ലാത്തവരാണ് എന്ത് ചെയ്യണത്? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനാവണമെങ്കിൽ പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കണം. മത്തായി 13. അപ്പം നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം ആരംഭിച്ചു. ഈ നല്ല പ്രവൃത്തി ഏതുവരെ? ക്രിസ്തുവിൻ്റെ നാൾ വരെ തികയ്ക്കണം. അല്ലാതെ കുറച്ച് 3 മാസമല്ല, 6 മാസമല്ല, ഒരു 10 വർഷമല്ല, 20 വർഷമല്ല. ക്രിസ്തു എന്നാണോ രണ്ടാമത് മധ്യാകാശത്തിൽ വെളിപ്പെടുന്നത് അന്ന് വരെ നമ്മൾ തികയ്ക്കുന്നവരാകണം. അന്ന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭൂമിയിലിരുന്നാലും അല്ല മരിച്ചാലും ആ ശബ്ദത്തിൻ്റെ മുൻപിൽ ഉയർത്തെഴുന്നേൽക്കുന്നവരാകണം. ഉയർത്തെഴുന്നേറ്റ് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി നമ്മൾ മാറണം. ആ പങ്കുള്ളവരായി നമ്മൾ മാറുമ്പോൾ എത്രാമത്തെ ഭാഗ്യവാനായി?
ആ പങ്കുള്ളവരായി മാറുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 7 ഭാഗ്യവാന്മാർ, 7 ഭാഗ്യവാന്മാരിൽ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. എത്രാമത്തെ ഭാഗ്യവാൻ? 5-ാമത്തെ ഭാഗ്യവാനായി നമ്മൾ മാറുന്നു. നമുക്കുള്ള പ്രത്യേകത വെളിപ്പാട് പുസ്തകം 22:3 വായിക്കുമ്പോൾ, അല്ല, അന്ന് അവർ എൻ്റെ മുഖം കണ്ട് എന്നെ ആരാധിക്കും, അവരുടെ നെറ്റിമേൽ എൻ്റെ നാമം എഴുതിയിരിക്കും. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഈ ഒരു അനുഭവത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചു. അങ്ങ് ദൂരെ ഇരുന്ന് ആരാധിക്കുന്നവരായിട്ടല്ല, കർത്താവിൻ്റെ അടുക്കലിരുന്ന് കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിക്കുവാൻ വേണ്ടി നമ്മെ വിളിച്ചു. ആ വിളിച്ചിരിക്കുന്ന നമ്മൾ, ഹല്ലേലൂയ, സ്തോത്രം, ചിലതൊക്കെ ഈ ഭൂമിയിൽ അനുഷ്ഠിക്കണം അല്ലേ? പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അവിശ്വാസിയായ സഹോദരൻ വേർപെടുന്നെങ്കിൽ വേർപെട്ടു പോട്ടെ, ഞാൻ നിന്നെ വിളിച്ചത് സമാധാനത്തിൽ ജീവിക്കാൻ. അപ്പം നമുക്ക് സമാധാനം കിട്ടാത്തതിന് കാരണം, ഏതൊക്കെ അവിശ്വാസിയായ സഹോദരങ്ങളോട് നമുക്ക് ഇന്നും എന്തുണ്ട്? ബന്ധമുണ്ട് ഇല്ലേ? അങ്ങനെ എഴുതിയിട്ടില്ലേ വാക്യം? 7:15. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചു. ഇന്ന് പല ദൈവമക്കൾക്കും എന്തില്ല? സമാധാനമില്ല. അതിന് കാരണം അവിശ്വാസികളോട് നമ്മൾ ഇടയില്ല, പിണ കൂടി കിടക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യങ്ങളൊന്ന് വായിച്ച 2-3. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട്. ഒന്നിൽ സഹോദരനാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെ വേർപെടണമെന്നോ അതോ സഹോദരങ്ങളെ വേർപെടണമോ? ഇത് രണ്ടിലും നോക്കിയപ്പോൾ പൗലോസിന് ഭയങ്കര ഹൃദയവേദനയാണ്, നോവാണ്. ക്രിസ്തുവിനെ വേർപെട്ടാൽ ശാപഗ്രസ്തനാണ്. ഇതിൽ ഏത് വേണം? ഏത് വേണം നിനക്ക്? ഇന്ന് വയൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിച്ചത് വേർപെട്ട് ജീവിക്കാൻ. ഒരു വേർപാട് നമുക്ക് വെച്ചിട്ടുണ്ട്. ആ വേർപാട് നമുക്ക് വെച്ച് അതിന് പ്രകാരം ജീവിക്കാൻ കഴിയും നമ്മെ വിളിച്ചിരിക്കുമ്പോൾ, നമ്മൾ ചാടി വീഴുന്ന ആ സഹോദരൻ വേണം ഒരു കൈ സഹോദരന്റെ തോളിലും ഒരു കൈ കർത്താവിന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. രണ്ടിടത്തും കൂടെ പോകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിവാഹം കഴിഞ്ഞ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലായിരിക്കും, ഭർത്താവിനോടായിരിക്കണം അവളുടെ ജീവൻ. ഇത് വിവാഹം കഴിഞ്ഞ് പോകുന്ന ഒരു കൈ ഇവിടെ കിടക്കുകയാണ്, അവളെ വീട്ടിൽ കിടക്കുകയാണ്. ജീവൻ മുഴുവനായിട്ട് ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് ഇന്ന് ദൈവമക്കൾ. കുറച്ച് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു വന്നാൽ ഒരു കൈ ഇവിടെ കിടക്കുന്നത് രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെടാത്ത സഹോദരങ്ങളുടെ ഇടയിൽ ഒരു കൈ കർത്താവ്. പറയുന്നത് സ്നാനത്തിന് എന്നെ വിളിച്ചു, ക്ലാസ് കൊടുക്കണം, സ്നാനം കൊടുക്കണം, പറഞ്ഞ പ്രാർത്ഥിക്കാം വരാമെന്നും പറഞ്ഞു. തിരിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു,
ഒരുക്കമൊന്നുമില്ല, ഇപ്പോഴും സ്നാനം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ക്ലാസ് വേണമെങ്കിൽ കൊടുക്കാം, സ്നാനം കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. വിളിച്ച ആളിൻ്റെ അടുത്ത് പറയുകയാണ്, നായർ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വരുന്നവർ പൂർണ്ണ ഒരുക്കത്തിൽ ഒരുങ്ങും. അവന് ഭാര്യയെ പേടിക്കണം, അവന് സഹോദരങ്ങളെ പേടിക്കണം, അവനെ ഒളിച്ചാണ് കൊണ്ടുപോയി സ്നാനപ്പെടുത്താൻ പോണത്. ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഒരു കാര്യം ചെയ്യും, തൊട്ടടുത്ത ആരെയെങ്കിലും വിളിക്കുക, ഞാൻ പറഞ്ഞത് ശരിയാവില്ല, ഞാൻ വിളിക്കും. ആവശ്യമില്ലാത്തവരെ പിടിച്ച് പൊക്കിയിട്ട് ആവശ്യമില്ലാത്ത ഞാൻ എന്തിനു വാങ്ങിക്കണം? പ്രിയ ദൈവമക്കളെ, ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം തൊട്ട് 4-ാം വാക്യം തൊട്ട് വായിച്ചോ. 2 കൊരിന്ത്യർ ലേഖനം 6-ന്റെ 4 തൊട്ട്. സകലത്തിലും ഞങ്ങൾ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകരാക്കി കാണിക്കുക, എങ്കിൽ മാത്രമേ കർത്താവിന്റെ നാൾ വരെ നമുക്കത് തികയ്ക്കാൻ കഴിയൂ. സകലത്തിലും ഒരു വിശ്വാസിയായി കഴിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പാസ്റ്റർ ആണെങ്കിൽ ആ പാസ്റ്റർ എന്നുള്ള രീതി കാണിക്കുക. അടുത്ത ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, നോക്കണമേ, സത്യവചനം, സത്യവചനം ഇടത്തും വലത്തും ധരിച്ചുകൊണ്ട് ചതിയന്മാരെന്ന് പലരും പറയുമ്പോഴും നമ്മൾ സത്യവാന്മാരായിരിക്കണം, സത്യമുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അവർ പറയട്ടെ ചതിയന്മാരാണെന്നാ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? സത്യം ഉണ്ടായിരിക്കണം. ആ സത്യം ഉണ്ടായിരിക്കണമെങ്കിൽ അതിന്റെ 14-ാം വാക്യമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ സത്യം നഷ്ടപ്പെടുന്നത് നമ്മൾ ആവശ്യമില്ലാത്തവരുമായിട്ട് കൂട്ടുകൂടുമ്പോഴാണ്. അവിശ്വാസികളോട് ഇടയില്ല പിണ. ദൈവമക്കൾ ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമക്കൾ ആരും ദുർമോഹികളല്ല. അവിടെ 11-ാം അധ്യായത്തിൽ തീ ഇറങ്ങാൻ കാരണം കൂടെ ഉണ്ടായിരുന്നവർ സമ്മിശ്ര ജാതിയ ദുർമോഹികളായത്. അതിലൂടെ ദൈവത്തിന്റെ കോപം അവിടെ ഇറങ്ങി തീ കത്താനിടയായി. നമ്മളും ആരോട് ഇടപെടുന്നു എന്ന് മനസ്സിലാക്കി വേണം അവരോട് സഹകരിക്കുക. ഇണയില്ല പിണ കൂടരുത്. നമ്മൾ നീതീകരിച്ചവരാ. ദൈവം തന്നെ വിളിച്ചവരെ നീതീകരിച്ച്, നീതീകരിച്ചവരെ തേജസ്വീകരിച്ചു വരിക്കും. എന്തിന്? തന്നോട് കൂടെ അനുരൂപമാകാൻ, ക്രിസ്തുവിനോടുകൂടെ അനുരൂപമാകാൻ. ആ നീതീകരിച്ച നമുക്ക് അധർമ്മവുമായിട്ട് എന്ത് കൂട്ട്? അധർമ്മവുമായിട്ട് നമുക്ക് എന്ത് ബന്ധം? ഇല്ല. അധർമ്മവുമായിട്ട് ഞാൻ പറയുന്നു, നമുക്കൊരാളിനോട് അപ്രീതി തോന്നിയാൽ അവരെ ആഹാരം നമുക്ക് വേണ്ട, അവരെ വെള്ളം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പിണങ്ങിയിരിക്കണമെന്നും ഞാൻ പറയില്ല. കാണുമ്പോൾ ഒരു സെക്കൻഡിൽ പറഞ്ഞത്, അവരെ കാണുമ്പോൾ നമ്മള് വെറുത്തു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകം വിട്ട് പോകേണ്ടി വരും. അവരെ വെച്ചിരിക്കുക. സുഖാരിക്കണമല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ പക്ഷേ ചേർന്നില്ല.
ആദ്യ സ്തോത്രം ചെയ്യുന്ന അവരെ കാണുമ്പോ വിടില്ല. ഞാൻ ദൈവം പക്ഷെ അപ്പുറത്തൂടെ കൊണ്ടുവന്ന് കോഴിക്കറി കൊടുക്കുവാക്കിയിട്ടില്ല. മനസ്സിലായല്ലേ? ഇവിടത്തെ സഹോദരി ആ വീട്ടിലെ സഹോദരി നമ്മൾ ഭയങ്കര താല്പര്യ. അതുകൊണ്ട് അവിടെ കഴിച്ച ആദായം ചെയ്ത് അടുക്കള വഴി കൊണ്ടുകൊടുത്തപ്പോ ഓടി വന്ന് പടങ്ങിയിരിക്കണം, ഭയങ്കര മുഷ്ടി പിടിച്ചിരിക്കണം. ഞാൻ തന്നെ ചോദിക്കുകയാണ്, എന്തെങ്കിലും അവിടെ വന്നത് അതിന്നത് പിന്നെ നീക്ക് പലപ്പോഴും കേട്ടോ. ഇത് ചേർച്ച പരസ്യമായിട്ട് അവരെ അങ്ങനെ പോലീസ് പറഞ്ഞില്ല. അവരെ കണ്ടച്ചിരിക്കണം. സുഖമാണോ കഴിച്ചു, മറ്റത് വെറുക്കണം, നീ സ്വീകരിച്ചതിനെ വെറുക്കണം. ഇണയില്ലാപ്പിണ കൂടരുത്. നമ്മളെ വെളിച്ചമാ പൗലോസിനെ എന്താക്കി വെച്ചു? ജാതികളുടെ വെളിച്ചമാക്കി വെച്ചു. ആ വെളിച്ചത്തിന് ഇരുളുമായിട്ട് എന്ത് ബന്ധം? നമ്മൾ പോകുന്നിടത്ത് അവർ പ്രകാശിക്കണം, അല്ല നമ്മുടെ പ്രകാശം കുറയാനല്ല, അവർ പ്രകാശിക്കണം. അടുത്ത ഇത്രയും കാര്യം ചെയ്യണ എന്തിനാണ്? എന്തിന് എന്ന് പറഞ്ഞ അപ്പൊ നിങ്ങൾ വായിച്ചല്ലേ എന്തിന് ഇത്രയും കാര്യം ചെയ്തത്? എനിക്ക് അവരുടെ ഇടയിൽ വസിക്കണം, എനിക്ക് ദൈവമക്കളുടെ വീട്ടിനകത്ത് വസിക്കണം. ഇത്രയും കുഴപ്പമുണ്ടെങ്കിൽ വസിക്കാൻ പറ്റില്ല. ദൈവം എന്തിനു വസിക്കണം? അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ദൈവം എന്തിനു വസിക്കണം നമ്മുടെ ഇടയിൽ? ദൈവം എന്തിനു വസിക്കണം നമ്മുടെ ഇടയിൽ? അതിന് മറുപടി ഒന്ന് പറഞ്ഞതാ. ദൈവം എന്തിനു നമ്മുടെ ഇടയിൽ വസിക്കണം? കൂട്ടുകൂടാന തോളിലെ കൈവിട്ട് സന്തോഷായിരിക്കണല്ലാണ്. ദൈവത്തിന്റെ ജനമാക്കി കഴിഞ്ഞല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനം ഉണ്ടാക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ ജനമായി കഴിഞ്ഞു. അക്കായി പറയുന്നത് എന്റെ നല്ല ആത്മാവ് അവരുടെ ഇടയിൽ വസിക്കണം. സഫന്യാവിന്റെ 3-ാം അധ്യായം 13-ാം വായിക്കുമ്പോൾ പറയുക, ഞാൻ അവരുടെ നടുവിൽ വസിച്ച് അവരുടെ ന്യായവിധികളെ മാറ്റും. ഞാൻ അവിടെ വസിച്ചാൽ മാത്രമേ അവർക്ക് വിരോധമായി വരുന്ന ന്യായവിധികളുണ്ട്, ജാതികൾ കൊണ്ടുവരുന്ന ന്യായവിധികളുണ്ട്, ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ കൊണ്ടുവരുന്ന ന്യായവിധികളുണ്ട്. അത് മാറ്റണമെങ്കിൽ ഞാൻ അവരുടെ നടുവിൽ വസിക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിക്കണമെങ്കിൽ നിങ്ങൾ വേർപെട്ട് ജീവിക്കണം, വേർപാടുള്ള ജനമായിരിക്കണം. ഇന്ന് പകൽക്കാലം നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവത്തോട് പറയാമോ, ദൈവമേ, എന്നിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി അവസാനത്തോളം തികയ്ക്കുവാൻ തക്കവണ്ണം എന്റെ നടുവിൽ വസിക്കേണ്ടതിന് ഞാൻ എന്താണ് മാറ്റേണ്ടത്? എന്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് ഞാൻ നീക്കിക്കളയേണ്ടത്? അത് നീക്കിക്കളയുവാൻ തക്കവണ്ണം എന്ന പകൽക്കാലം എന്നെ സഹായിക്കണമേ എന്ന് എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം കരങ്ങളെ